2008 പഞ്ചാബിൽ നിന്നുള്ള യുവസംരംഭകനായ ദീപിന്ദർ ഗോയൽ ഭക്ഷണ വിതരണ സ്റ്റാർട്ടപ്പായ സൊമാറ്റോയ്ക്ക് തുടക്കമിട്ടത്. ഏറെ പഴികെട്ടെങ്കിലും 1.5 പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കമ്പനി. 2024 മാർച്ച് പാദത്തിൽ 175 കോടി രൂപയാണ് സൊമാറ്റോയുടെ ലാഭം. ഈ സാഹചര്യത്തിൽ പഴയ കാലം ഓർത്തെടുക്കുകയാണ് ദീപിന്ദർ. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സംഘടിപ്പിച്ച വിശേഷ സമ്പർക്ക് ഒത്തുചേരലിൽ പങ്കെടുക്കവെയാണ് തുടക്കത്തിൽ നേരിട്ട കടുപ്പമേറിയ ചോദ്യങ്ങളെക്കുറിച്ച് സംരംഭകൻ വാചാലനായത്. ഇത്തരമൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ തന്റെ പിതാവിൽ നിന്നാണ് ആദ്യ എതിർപ്പ് നേരിടേണ്ടി വന്നതെന്ന് ഗോയൽ പറയുന്നു. സൊമാറ്റോ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലേ? അടിസ്ഥാനപരമായി പഞ്ചാബിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ചോദ്യം അർത്ഥമാക്കുന്നതെന്ന് ഗോയൽ പറഞ്ഞു. ദീപിന്ദർ ഗോയലിന്റെ സംരംഭകത്വ മനോഭാവത്തെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മടിച്ചില്ല. ഇന്നത്തെ ഇന്ത്യയിൽ ഒരാളുടെ കുടുംബപ്പേര് പ്രശ്നമല്ല, കഠിനാധ്വാനമാണ് പ്രധാനം. നിങ്ങളുടെ യാത്ര ശരിക്കും പ്രചോദനമാണ് ദീപിന്ദർ. ഇത് എണ്ണമറ്റ യുവാക്കളെ അവരുടെ സംരംഭകത്വ സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ തഴച്ചു വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ എഴുതി.